friends, welcome to Sagis kitchen. ഇന്ന് നമുക്ക് തൈര് സാദം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തൈര് സാദത്തിന് നമുക്ക് പൊന്നിയരി എടുക്കാം, വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. തൈര് സാദത്തിന് ഇത് മെയിൻലി തമിഴ്നാട് ഏരിയയിലാണ് ഈ ഒരു തൈര് സാദം ഫേമസ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ തൈര് സാദത്തിനുള്ള ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പാലും കൂടിയും ഒഴിച്ചു കൊടുക്കണം. പാലും തൈരും ഒഴിച്ചു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര പുളിയായിപ്പോവും. നമ്മൾ തൈര് സാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിപ്പോവും. അതുകൊണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പാലും കൂടിയും ഒഴിച്ചിട്ട് വേണം തൈര് സാദം പ്രിപ്പയർ ചെയ്യാൻ. അടുത്ത തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഞാൻ ഇതിൽ തൈര് മാത്രമേ ചേർക്കണുള്ളൂ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ പാലും കൂടി നിങ്ങൾ ചേർക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ ചോറിൽ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ തൈരിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി കുഴഞ്ഞ് ഇരിക്കണമെങ്കിൽ അതേപോലെ നമുക്ക് അതിനനുസരിച്ചുള്ള കുറേ തൈരും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്ത തൈര് ഒട്ടും പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ പാല് ചേർക്കാഞ്ഞ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരും ഉപ്പും ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തൈര് സാദം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ കടുക്, കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ ഒരു സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറുതായി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരു സ്പൂണോളം ഉണ്ടാവും. ഇഞ്ചി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. പച്ചമുളക് ഇടാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പില, വറ്റൽമുളക്, എല്ലാം ഇതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ റൈസിൽ, ചോറിൽ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് ഈ ചോറിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടിയും ഇട്ട് കൊടുക്കാം. നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.